അതിലൊന്നാമത്തേത് ഇതാണ്: ഐ നോ ദ പ്ലാൻസ് ഐ ഹാവ് ഫോർ യു. നിന്നെക്കുറിച്ചുള്ള എൻ്റെ പ്ലാൻ ഞാൻ അറിയുന്നു. ഐ നോ ദ പ്ലാൻസ് ഐ ഹാവ് ഫോർ യു. ഇന്ന് രാവിലെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും പേര് വിളിച്ചിട്ട് ഒരു പ്രവാചകൻ അടുത്ത് നിന്ന് പറയുന്നത് പോലെ കേൾക്കുക. ദൈവം പറയുന്നു, നിന്നെക്കുറിച്ച് എനിക്കൊരു പ്ലാനുണ്ട്. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. അത് നിന്റെ അപ്പൻ്റെ പ്ലാനിനേക്കാൾ മികച്ചതായിരിക്കും. അത് നിന്റെ അമ്മയുടെ സ്വപ്നത്തേക്കാൾ മികച്ചതായിരിക്കും. അത് നിന്റെ അധ്യാപകന്റെ പ്ലാനിനേക്കാൾ മികച്ചതായിരിക്കും. അത് നിന്റെ പാസ്റ്ററുടെ പ്ലാനിനേക്കാൾ മികച്ചതായിരിക്കും. ദൈവത്തിൻ്റെ പ്ലാൻ മനുഷ്യന്റെ പ്ലാനിനേക്കാൾ എത്രയോ വലുതായിരിക്കും, എത്രയോ മികച്ചതായിരിക്കും, എത്രയോ പെർഫെക്റ്റ് ആയിരിക്കും. ഇന്ന് സഭായോഗത്തിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ, യൗവനക്കാരെ, മാതാപിതാക്കന്മാരെ, ഈ ഡേറ്റ് ഇട്ട് എഴുതിക്കോ. ദൈവം നിങ്ങളോട് പറയുകയാണ്, എനിക്ക് നിന്നെക്കുറിച്ചൊരു പ്ലാനുണ്ട്. അത് തകർക്കാൻ ലോകത്തിൽ ആർക്കും കഴിയില്ല. അതൊരിക്കലും ഇടയ്ക്ക് വെച്ച് മാറ്റപ്പെടുന്നതല്ല. അത് നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ഞാൻ സെറ്റ് ചെയ്തു വെച്ച പ്ലാനാണ്. ആ പ്ലാനിനെ മാറ്റാൻ ലോകത്തിൽ ആർക്കും കഴിയില്ല. കരങ്ങൾ അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാം. റബാന ഹദല ശമാന ദുരാബല ഹബ്തൽ ഖമാന റവൽ ഖനാദരാദബ. രണ്ടാം ഭാഗം 5 മോള് വായിച്ചേ. 5 അല്ലേ മുമ്പേ വായിച്ചേ? വായിച്ചോ. Then you will call to me, you will come and pray to me, and I will answer you. No. I know the plans I have for you. അടുത്തത്, the plans to bring you prosperity and not disaster. ജീസസ്. പ്രോസ്പെരിറ്റി എന്ന വാക്കിന്റെ അർത്ഥം സമൃദ്ധി എന്നാണ്. എന്ന് മാത്രമല്ല, സന്തോഷം എന്നതിനകത്തുണ്ട്. എല്ലാം കൂടെ അടങ്ങിയ വാക്കാണ് പ്രോസ്പെരിറ്റി. എനിക്ക് നിന്നെക്കുറിച്ചുള്ള പ്ലാൻ അത് പ്രോസ്പെരിറ്റിയുടെ പ്ലാനാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന തർജ്ജിമയിൽ ഐ വാണ്ട് യു ടു എൻജോയ് സക്സസ്. നീ വിജയത്തിൽ സന്തോഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇച്ചിരൂടെ ലളിതമായിട്ട് പറഞ്ഞാൽ, നീ വിജയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനകത്ത് കഷ്ടം വരികയില്ലെന്നില്ല, ബുദ്ധിമുട്ട് വരികയില്ല എന്നർത്ഥമില്ല, തോൽവികൾ വരികയില്ല എന്നും അർത്ഥമില്ല. പക്ഷെ അന്തിമ വിജയം നിനക്കായിരിക്കും. എനിക്ക് നിന്നെക്കുറിച്ചൊരു പ്ലാനുണ്ട്. അത് നിന്റെ വിജയമാണ്. അത് നിന്റെ വിജയമാണ്. അത് നിന്റെ വിജയമാണ്. ഹല്ലേലൂയ. രോഗത്തിന്മേൽ ജയം, ശാപത്തിന്മേൽ ജയം, പാപത്തിന്മേൽ ജയം, കഷ്ടതയിന്മേൽ ജയം, നിരാശയിന്മേൽ ജയം. വിശ്വസിച്ച് ഏറ്റെടുത്തുകൊണ്ട് കരങ്ങൾ അടിച്ച ആത്മാവിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. മൂന്നാമത്തെ ദൂത്, ഐ ഡോണ്ട് പ്ലാൻ ടു ഹാം യു എന്ന് പറഞ്ഞാൽ, നീ കരയണമെന്ന് എനിക്ക് പ്ലാനില്ല. നീ നിരാശപ്പെടണമെന്ന് എന്റെ പ്ലാനിലില്ല. നീ ആശയറ്റവളാകണമെന്ന് എന്റെ പ്ലാനിലില്ല. നീ ഒരിക്കൽ പോലും തോക്കരുതെന്നാണ് എന്റെ പ്ലാന്.
എന്റെ പ്ലാനിൽ നിന്റെ മുഖം വാടുന്നതായി കാണുന്നില്ല. എന്റെ പ്ലാനിൽ നീ നിരാശപ്പെടുന്നതായി കാണുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവജനം ദൂതേറ്റെടുത്ത് ദൈവത്തെ ആരാധിച്ചാണ്. Praise the Lord, praise the Lord, praise the Lord. ഏറ്റവും ഒടുവിൽ ഞാൻ ഇംഗ്ലീഷ് പറയുന്ന കുഞ്ഞുങ്ങളെയും കൂടെ ഓർത്താണ്. ന്യൂ ലിവിംഗ് ട്രാൻസ്ലേഷൻ എടുത്ത് നിങ്ങൾ നോക്കണം. ഐ വിൽ ഗിവ് യു ഹോപ്പ് ഫോർ ദ ഇയേഴ്സ് ടു കം. മലയാളത്തിൽ അതില്ല. ഐ വിൽ ഗിവ് യു ഹോപ്പ് ഫോർ ദ ഇയേഴ്സ് ടു കം. വരുവാൻ പോകുന്ന വർഷങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രത്യാശ നിനക്ക് തരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I will give you hope for the years to come. അടുത്ത വർഷം 2025 മാർച്ച് മാസം, ഏപ്രിൽ മാസം, മെയ് മാസം, ജൂൺ മാസം, ജൂലൈ മാസം, ഓഗസ്റ്റ് മാസം, സെപ്റ്റംബർ മാസം, ഒക്ടോബർ മാസം, നവംബർ മാസം, ഡിസംബർ മാസം എനിക്കും നിങ്ങൾക്കും പ്രത്യാശയുടെ മാസമായിരിക്കും. പ്രത്യാശയുടെ മാസമായിരിക്കും. പ്രത്യാശയുടെ മാസമായിരിക്കും. I will give you hope for the coming months, coming years. കർത്താവ് വരാൻ താമസിച്ചാൽ 2026, 2027, 2028 ഈ സഭയ്ക്ക് പ്രത്യാശയുടെ വർഷങ്ങളായിരിക്കും. ദൈവജനത്തിന് പ്രത്യാശയുടെ വർഷങ്ങളായിരിക്കും. സമൃദ്ധിയുടെ വർഷങ്ങളായിരിക്കും. തലമുറകൾ അനുഗ്രഹിക്കപ്പെടുന്ന വർഷമായിരിക്കും. കുഞ്ഞുങ്ങളുടെ നന്മ കാണുന്ന വർഷമായിരിക്കും. പരാജയങ്ങൾ പൂർണ്ണമായി മാറിപ്പോകും. ഇനി ഇത് പറയുന്ന സാഹചര്യം കൂടെ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. 10-ാം വാക്യത്തിൽ യഹോവയുടെ അരുളപ്പാട്, ബാബേലിലെ 70 സംവത്സരം കഴിഞ്ഞ ശേഷമേ ഞാൻ നിങ്ങളെ സന്ദർശിച്ച ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തുമെന്ന് നിങ്ങളോടുള്ള എൻ്റെ വചനം ഞാൻ നിവർത്തിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ, ഈ ദൂത് പറയുമ്പോൾ ഇസ്രായേൽ മക്കൾ അല്പം പിന്മാറ്റത്തിലാണ്. അവരുടെ നേതാക്കൾ വളരെ പിന്മാറ്റത്തിലാണ്. ഇര്മാവിനെ പോലെയുള്ള ദൈവദാസന്മാർ പറഞ്ഞു, ഇങ്ങനെ പോയാൽ നിങ്ങൾക്ക് പണി കിട്ടും, നിങ്ങളെ ബാബിലോൺകാർ വന്ന് അടിമകളാക്കും. അങ്ങനെ സംഭവിച്ചു. ആ സംഭവം നടന്ന 70 കൊല്ലം കഴിയുമ്പോൾ ഈ പ്രോമിസ് നിറവേറും. ഏതാ? ഐ ഹാവ് എ പ്ലാൻ ഫോർ യു. അപ്പൊ ജീവിതത്തിൽ ഒരു പ്രയാസഘട്ടത്തിലൂടെ കടക്കുമ്പോഴാണ് ഈ വാഗ്ദത്തം പറയുന്നത്. അതിൻ്റെ അർത്ഥം ഈ കഷ്ടത കൊണ്ട് നീ അവസാനിക്കാൻ പോവുകയല്ല. എനിക്ക് നിന്റെ ജീവിതത്തെക്കുറിച്ചൊരു പ്ലാനുണ്ട്. അത് തിന്മയ്ക്കല്ല, അത് നന്മയ്ക്കാണ്. അത് തിന്മയ്ക്കല്ല, അത് നന്മയ്ക്കാണ്. പറയാൻ കാരണം അത് തിന്മയ്ക്കാണെന്ന് തോന്നിപ്പോകും. അതുപോലെ പ്രയാസങ്ങളിലൂടെ അവർ കടന്നുപോയി. പക്ഷെ അപ്പോഴെല്ലാം ഈ വാഗ്ദത്തം അവരുടെ അകത്തിരുന്ന് മന്ത്രിക്കുന്നുണ്ട്, അത് തിന്മയ്ക്കല്ല, അത് നന്മയ്ക്കത്രേ.
ആമേൻ. കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം.